നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴുത്തുളുക്കി മന്ത്രിക്ക് ഇപ്പോൾ മൊത്തത്തിൽ ഉളുക്കിയിരിക്കുകയാണ്. നാട്ടുകാരെടുത്തിട്ട് മേഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഉളുക്ക് വരാതിരിക്കുന്നത്? കഴുത്തുളുക്കിയതിനു ശേഷം നാവാട്ടത്തിന് കുറച്ചു കുറവുണ്ടെങ്കിലും കയ്യിലിരിപ്പിന് ഒരു കുറവുമില്ല. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അതാണ് മെയിൻ. അതായത് ആ ലേഡി പിണറായി കളിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന്. ഒരുപക്ഷെ പിണറായിക്കും മുകളിലാണ് താൻ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന വീണ ജോർജിന്റെ ഷോ മുഴുവൻ. ഇപ്പോൾ മണ്ടത്തരം കുറച്ച് കൂടിയിട്ടുണ്ട്, അതും കൂടി പറയണമല്ലോ. ഈ മണ്ടത്തരം കൂടിയതിനാണ് ഇപ്പോൾ നാട്ടുകാരെടുത്തിട്ട് കൊട്ടുന്നത്. ചെണ്ടയേക്കാൾ കഷ്ടമെന്ന് വേണം വീണ ജോർജിന്റെ കാര്യം പറയാൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ്, മെയ് 4 വോട്ടെണ്ണൽ. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിന് മിനിറ്റുകൾക്ക് മുൻപ് വീണ ജോർജ് ഒരു ഷോ അങ്ങ് നടത്തിയിരുന്നു. ആ ഷോ ഇപ്പോൾ 8ന്റെ പണിയായിട്ട് സ്വന്തം മൂട്ടിൽ തന്നെ വീണ് പൊട്ടിയിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം തടസ്സമാകാതിരിക്കാൻ ഒരു ഉദ്ഘാടന ചടങ്ങ് അതിവേഗത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയിരിക്കുന്നത്. ഇതാണിപ്പോൾ വലിയ വിവാദങ്ങൾക്കും ട്രോളിനും വഴിവെച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകാത്ത പത്തനംതിട്ട കോഴഞ്ചേരി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനമാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും മന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തീരുമാനിച്ചിരുന്ന പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 4 മണിക്ക് നടക്കുമെന്ന അറിയിപ്പ് വന്ന ഉടൻ തന്നെ ഉച്ചയ്ക്ക് 3 മണിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ ഉദ്ഘാടനം മാമാങ്കം. അതായത് റോഡ് ഷോയൊക്കെ നടത്തിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. 4 ആൾ അറിയണം ഞങ്ങൾ ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതെന്ന്. ഒന്ന് ഓർത്തു നോക്കണേ, തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വൈകിട്ട് വരാനിരിക്കെ, അതായത് ആ സമയം വരെ കൃത്യമായി മനസ്സിലാക്കി തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഒരു ഉദ്ഘാടനം മാമാങ്കം തന്നെ അങ്ങ് സെറ്റ് ചെയ്തു. അല്ലെങ്കിലും സെറ്റ് ഇടുന്ന കാര്യത്തിൽ ഇപ്പോൾ CPM-ന് നല്ല മെയ്വഴക്കമുണ്ട്. പ്രത്യേകിച്ച് വീണ ജോർജ് കഴുത്തുളുക്കി ആശുപത്രിയിൽ കിടന്നപ്പോഴൊക്കെ സെറ്റിട്ടത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. അതിനേക്കാൾ ഗംഭീര സെറ്റാണ് ഇപ്പോൾ ഉദ്ഘാടന മാമാങ്കത്തിന് ഇട്ടത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായത്, കൃത്യമായി ചില ഫ്ലെക്സുകൾ വെക്കണമായിരുന്നു. ആ ഫ്ലെക്സിൻ്റെ ഒരു കുറവ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉദ്ഘാടനം മാമാങ്കം കളറാക്കിയിട്ടുണ്ട്. ആ കളറാക്കി വീണ ജോർജ് അങ്ങ് കുടുംബത്തോട്ട് എത്തിയില്ല. അതിനു മുൻപ് തന്നെ നാട്ടുകാരെടുത്തിട്ട് എയറിൽ കയറ്റി. കമ്പനിയുടെ ഉദ്ഘാടന മാമാങ്കം കണ്ടാൽ തോന്നും തറവാട്ടിൽ നിന്ന് എടുത്ത കാശാണെന്ന്. ജനങ്ങളുടെ കാശിന് ഒരു അപ്രോച്ച് റോഡ് പണിതു. അതിന് ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്താൻ മാത്രം എന്താണ് ഇരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് CPM-ന് നേരെ ഉയർന്നിരിക്കുന്നത്, വീണ ജോർജിന് നേരെ ഉയർന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രധാന ഐറ്റമാണല്ലോ ഈ ഉദ്ഘാടന മാമാങ്കം. അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലെക്സ് വെപ്പ് ഒരു മത്സരമായി മാറിയിരിക്കുകയാണ്. അതായത് കട്ടൗട്ടൊക്കെ അങ്ങ് വലിയ നെടുനീളത്തിൽ വെക്കണമെന്നൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ CPM-ന്റെ ഒരു നിലപാട്. ഒന്ന് ഓർത്തു നോക്കണം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നെടുത്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, പാലവും റോഡും എല്ലാം നിർമ്മിക്കുന്നത്. പക്ഷേ അവിടെയും ചിരിച്ചോണ്ട് ഈ പറയുന്ന പോലെ മന്ത്രി വീണ ജോർജ്, പിണറായി വിജയൻ ഇവരുടെയൊക്കെ തല മസ്റ്റാണ്. അപ്പോൾ പിന്നെ കാശ് മുടക്കുന്ന ജനങ്ങൾ ആരായി എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു ചോദ്യം. പാലം ഉദ്ഘാടനം ചെയ്യുകയാണോ അതോ അപ്രോച്ച് റോഡ് മാത്രമാണോ എന്ന കാര്യത്തിൽ ഭരണകക്ഷിക്കിടയിൽ പോലും വ്യക്തതയില്ല എന്നതായിരുന്നു വസ്തുത. അതായത് ഒരു ഐക്യമില്ലായിരുന്നു. ആദ്യം പുറത്തിറക്കിയ പോസ്റ്ററുകളിൽ പാലം ഉദ്ഘാടനം എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ലെന്ന ആക്ഷേപം വന്നതോടുകൂടി അത് മാറ്റി പിന്നീട് കൊണ്ടുവന്ന പോസ്റ്ററുകളിൽ അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം എന്ന് തിരുത്തി കുറിച്ചു. പുറത്തു വന്ന ദൃശ്യങ്ങൾ പ്രകാരം പാലത്തിന്റെ മധ്യഭാഗത്തെ ആർച്ച് ഉൾപ്പെടെയുള്ള പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. അപ്രോച്ച് റോഡ് മാത്രമാണ് പൂർത്തിയായതെന്ന് CPM ഏരിയ സെക്രട്ടറി വിശദീകരിക്കുമ്പോൾ പെയിന്റിംഗ് പണി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അവകാശപ്പെടുന്നത്. അതായത് ഇവർക്കിടയിൽ തന്നെ ഈ പാലം പണിയുടെ കാര്യത്തിൽ ഒരു ഐക്യമില്ല. എന്തൊക്കെ പണി എവിടെയൊക്കെ കഴിഞ്ഞു എന്ന് ആർക്കും അറിയത്തതുമില്ല. എന്നിട്ട് വെറുതെ പോയി ചെന്ന് അപ്രോച്ച് റോഡെന്നും പറഞ്ഞ് ഒരു ഉദ്ഘാടനം നടത്തി വീണ ജോർജ് ഒന്ന് ഷോ കാണിച്ചിരിക്കുകയാണ്. ഇമ്മാതിരി പട്ടി ഷോ കാണിക്കാൻ വീണ ജോർജിന് പ്രത്യേക കഴിവുണ്ട്. ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ കാണുന്നത് ഒരു ഹരമായി മാറിയിരിക്കുകയാണ് വീണ ജോർജിന്. 8 വർഷമായി ഇഴഞ്ഞു നീങ്ങുന്ന പാലം പണി തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിലെത്തിയപ്പോൾ തിടുക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പണി തീരാത്ത പാലത്തിൽ മന്ത്രി
മന്ത്രിക്ക് ഉദ്ഘാടനം നടത്താൻ എന്ത് അവകാശമാണുള്ളത് എന്ന് പ്രതിപക്ഷവും ചോദ്യം ഉയർത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുത്തിയാൽ പിന്നീട് വികസന നേട്ടമായി ഇത് അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന ഭയമാണ് ഈ അതിവേഗ ഉദ്ഘാടനത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. എന്തായാലും വീണ ജോർജ് പാലം ഉദ്ഘാടനത്തോടെ നാറി നാണം കെട്ടിരിക്കുകയാണ്. കയ്യടി കിട്ടുമെന്ന് വിചാരിച്ചാൽ നാട്ടുകാരുടെ കൈകൊണ്ടുള്ള അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വീണ ജോർജിന് ഇതൊരു സ്ഥിരം ഏർപ്പാടാണ്. എവിടെയും ചെന്ന് പാതാളക്കുഴിയിലേക്ക് വീഴുക എന്നുള്ളത് സ്വയം ഒരു പണിയായി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തോ വലിയ ഹീറോയിസം ഒക്കെ കാണിക്കുന്നു എന്നാണ് വെപ്പ്. പക്ഷെ ചെയ്തു വരുമ്പോഴത്തേക്ക് ആടപടലം അങ്ങ് കുളമാകും, മെനയില്ലാതാകും. വീണ ജോർജ് എന്ത് കാണിച്ചാലും ഒരു മെനയില്ലല്ലോ എന്നുള്ളതാണ് നാട്ടുകാരുടെ ചോദ്യം. എന്തായാലും പാലം ഉദ്ഘാടനം ഇപ്പോൾ വലിയ ട്രോളിന് വഴിവെച്ചിരിക്കുകയാണ്. മുൻപൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, പഞ്ചവടിപ്പാലം. അതൊരു വലിയ സിനിമയാണ്. കാരണം രാഷ്ട്രീയക്കാരെ എല്ലാവരെയും പൊളിച്ചു കീറുന്ന ഒരു സിനിമയായിരുന്നു. അതിലും കെങ്കേമമായ അവസ്ഥയാണ് ഈ പറയുന്ന CPM-ലുള്ളത്. ഇത്തരത്തിൽ ഈ പറയുന്ന ഉളുപ്പില്ലായ്മ, ഈ ഒരു രീതിയിലേക്ക് ഈ പാർട്ടി എങ്ങനെ എത്തിയെന്നുള്ളതാണ്. അല്പത്തരമാണ് ഇപ്പോഴുള്ള ഈ പറയുന്ന CPM നേതാക്കൾക്കൊക്കെ ഉള്ളത്. മുൻപത്തെ നേതാക്കളൊക്കെ അവർ ഈ പറയുന്ന പോലെ തന്നെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരാണ്. പക്ഷേ അവർക്കൊക്കെ ഒരു നിലപാടുണ്ടായിരുന്നു. അവർ പറയുന്നത് ജനങ്ങളുടെ കാശിന് ചെയ്ത പദ്ധതി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. അതിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതി ഈ പാർട്ടിയിലെ പല നേതാക്കളും കാണിച്ചിട്ടുണ്ട്. VS വരെയുള്ളവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പിണറായി വിജയൻ്റെ കാലത്തെടുക്കുകയാണെങ്കിൽ എൻ്റെ റോഡ്, എൻ്റെ പാലം, എൻ്റെ മേൽപ്പാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നിനും അങ്ങ് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കാത്തു നിൽക്കുകയാണ്. ഫ്ലെക്സ് മാമാങ്കമാണ് സഹിക്കാൻ കഴിയാത്തത്. അതായത് ഒരു പാലം പണി നടത്താനുള്ള ഫണ്ടിനേക്കാൾ കൂടുതൽ തുകയെടുത്ത് ഫ്ലെക്സുകൾ വെക്കുന്നതിലാണ് തിടുക്കം. ഈ ഫ്ലെക്സ് വെച്ച കാശുണ്ടായിരുന്നെങ്കിൽ, ഈ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഫ്ലെക്സ് വെച്ച കാശുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പാവങ്ങൾക്ക് 100 വീട് വെച്ച് കൊടുക്കാമായിരുന്നു. അമ്മാതിരി പണം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാലത്താണ്, ശരിയാണ്, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ കാലം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് നമ്മൾ കൈയടിക്കണം. കാരണം കേരളത്തെ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുമ്പോഴും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുക തന്നെ ചെയ്യണം. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകും. അതൊക്കെ നമ്മൾ രാഷ്ട്രീയം പറയുക, പൊതുമധ്യത്തിൽ വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക, പക്ഷേ അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വഴിക്കൂടെ അഴിമതികൾ നടന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പെരുമ്പളം പാലമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. കാരണം അവരുടെ ആഗ്രഹം, അവരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പെരുമ്പളം പാലം. അത് യാഥാർത്ഥ്യമായതിലൊക്കെ വലിയ കയ്യടി നമ്മൾ കൊടുക്കണം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അല്പത്തരമാണ് ഈ പറയുന്നത് ഞങ്ങളാണ് ചെയ്തത് എന്ന് കാണിക്കാൻ. പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ കാശാണെന്നുള്ളതാണ്. അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്നോ നേതാക്കന്മാരുടെ പോക്കറ്റിൽ നിന്നോ അവരുടെ വീടുകളിൽ നിന്നോ ഒന്നും എടുക്കുന്നതല്ല. ജനങ്ങളുടെ കാശ് അത് കൃത്യമായി വിനിയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് നടത്താൻ മാത്രം ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അല്ലാതെ ഈ പൈസ മുഴുവൻ നിങ്ങളുടേതല്ല. അപ്പോൾ ഇത് ജനങ്ങളുടേതാണ്. അല്ലാതെ അവിടെ ഒരു ഉത്സവ മാമാങ്കം പോലെ ഈ ഉദ്ഘാടന പരിപാടി നടത്തേണ്ട ഒരാവശ്യവുമില്ല. അതൊക്കെ അല്പത്തരമായി മാറുകയാണ്. അത് ഈ പിണറായി വിജയൻ്റെ കാലത്ത് ഈ പറയുന്ന നേതാക്കളിൽ എല്ലാവരിലും കയറി കൂടിയിരിക്കുന്നതാണ് ഈ ഉദ്ഘാടന മാമാങ്കത്തിൻ്റെ ഒരു ഭ്രമം. 10 ആള് തങ്ങൾക്ക് ജയ് വിളിക്കുന്നത് കാണുമ്പോൾ ഒരു ഹരം കയറുക, അത്തരത്തിലൊന്നും നമ്മൾ മുൻപ് ഈ പറയുന്ന CPM നേതാക്കളിൽ കണ്ടിട്ടില്ല. അവർക്കൊക്കെ ഒരു നിലപാടും ഒരു മാതൃകയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകളിൽ കാണാൻ കഴിയുന്നില്ല. വീണ ജോർജൊക്കെ അട്ടർ വേസ്റ്റ് എന്ന് പറയണം. കാരണം 2ാം പിണറായി സർക്കാരിലെ അട്ടർ വേസ്റ്റ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ ജോർജ് എന്ന് ഒരു സംശയവും കൂടാതെ പറയാം. കാരണം ഈ പറയുന്ന വീണ ജോർജ് ഷോ കാണിക്കുന്നതിലായിരുന്നു അങ്ങ് തലപ്പൊക്കത്തിൽ നിന്നിരുന്നത്. ലേഡി പിണറായി കളി, അതിനാണിപ്പോൾ നാട്ടുകാരെടുത്തിട്ട് പൊതിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.